മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്താണ് മാഡം ഫോണിൽ നോക്കി ഭയങ്കര ചിരിയാണല്ലോ? ഒന്നുമില്ലടേ, ഞാൻ ഈ 90s കിഡ്സിന് ഓരോ ട്രോൾസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. 90s കിഡ്സിന്റെ ട്രോൾസാ? ആ, ഈ കാലുവേദന, തൊണ്ടവേദന, മേലുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉള്ളതല്ലേ. എന്നാലും പാവം 90s കിഡ്സിന്റെ അവസ്ഥ. 90 കിഡ്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, 2K കിഡ്സിന്റെ അവസ്ഥക്കാണ് പ്രശ്നം. 2K കിഡ്സിന് എന്ത് പ്രശ്നം? വയലൻസ് വയലൻസ് വയലൻസ്. പിന്നെ ഈ നാട്ടിലെ ജയിലിലൊക്കെ 2K കിഡ്സ് ആണല്ലോ കിടക്കുന്നത്. അധികം വൈകാതെ എല്ലാരും അതിന്റെ അകത്ത് തന്നെയാവും. ഓ അങ്ങനെ, ചേച്ചി 90s കിഡ്സ് ആണല്ലോ, അതാണ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് വൈബ് ചെക്ക് കിട്ടിയില്ല. ഞങ്ങൾക്കേ ഞങ്ങളുടേതായ വൈബുണ്ട്, ഞങ്ങൾക്ക് അത് മതി. ഞാൻ ചോദിക്കായിരിക്കുമായിരുന്നു, ചേച്ചിക്ക് ഈ കൈവേദന, മുട്ടുവേദന, തണ്ടൽവേദന, നടുവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. പേടിക്കണ്ട, ഉടനെ വന്നോളൂ. ഇപ്പത്തെ 90s കിഡ്സിന് എല്ലാവർക്കും ഇതുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ BP, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ എല്ലാം വരും. എടി എടി, ഈ പറയുന്ന സാധനങ്ങൾക്ക് എല്ലാ മനുഷ്യന്മാർക്കും വരുന്നതാ. പക്ഷെ അത് നിങ്ങൾക്കാണല്ലോ വരാ, നിങ്ങൾ 90s കിഡ്സ് അല്ലേ. മോളെ ശിവ, നിന്റെ പ്രായം താഴ്ത്തോട്ടല്ലല്ലോ പോടുന്നത്, മേളിലേക്കല്ലേ. നീ നോക്കിക്കോ, നാളെ നിനക്ക് എന്റെ പ്രായം എത്തുമ്പോ മുമ്പേ നിന്ന് ട്രോളുന്നത് ദേ ഇവളായിരിക്കും. ഞാനാ? ആ, ശിവചേച്ചിക്ക് എന്റെ പ്രായം എത്തുമ്പോഴത്തേക്കും നിനക്ക് ശിവചേച്ചിയുടെ പ്രായം ആവൂലേ, അപ്പൊ നീ ഇന്ന് ട്രോളൂലേ? ആവൂ. പിന്നെ ആവില്ലേ? നമ്മളൊക്കെ ഇപ്പൊ ജീവനോടെ എങ്ങനെ ഉണ്ട്? 2K കിഡ്സിന്റെ ഒക്കെ അവസ്ഥ എന്താവോ എന്തോ. അവസ്ഥ എന്താവാനിരിക്കണ്, ഞങ്ങൾ ന്യൂസിൽ പിള്ളേരോടൊപ്പം ചിൽ ചെയ്ത് വൈബ് ചെയ്ത് പോവും. എടി എടി എടി, 90s കിഡ്സിനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഒക്കെ കിട്ടിയേക്കുന്നത്. നീ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളൊക്കെ ടെക്നോളജിക്ക് ഒപ്പം വളർന്നതാ, നിങ്ങളെ ടെക്നോളജി മാത്രമേ ഉള്ളൂ. അത് എന്തൊരു അവസ്ഥയാണല്ലേ, അവിടെ നിന്നിട്ട് വണ്ടി കയറുകയും ചെയ്തു, ഇവിടെ എത്തിയുമില്ല. ഞങ്ങളുടെ വണ്ടിയെ ഒരു കാലത്തും നിനക്കൊന്നും കിട്ടാൻ പോണില്ല. അയ്യോ വേണ്ട, എന്തിന്റെ തകര പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി അവിടെ ഇരുന്നോട്ട്. എടി എടി എടി, എവിടെ ചേച്ചി വേദന? മുട്ടുവേദന, ഇടുപ്പ് വേദന, തണ്ടൽവേദന എവിടെ? ഒരു വേദനയും ഇല്ല. എന്താ പറ്റിയേച്ചി അത് പറ. പറഞ്ഞില്ല ഒന്നും പറ്റിയില്ലെന്ന്. ഇനിയിപ്പൊ എന്തെങ്കിലും പറ്റിയാലും അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഇപ്പൊ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം. കൊച്ചെ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ലെന്ന്, പിന്നെന്ത്? ചേച്ചി ഞാനൊരു ഉപദേശം തരാം. പ്രായമൊക്കെ കൂടി വരുവാണ്, ഇപ്പൊ ആരോഗ്യമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൊല്ലം കൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ അങ്ങ് പോവാം. കുറച്ചല്ലോ, പിന്നല്ലാണ്ട്. ചേച്ചി 90s വസന്തമല്ലേ? വസന്തയാ? വസന്തയല്ല കുട്ട, വസന്തം. അപ്പൊ ഞാനാ? നീ ജൻ ആൽഫ, ന്യൂ ജൻ. മോളെ ശിവ, എന്തോ ട്രോളാനാണെങ്കിലേ നിങ്ങളുടെ ജനറേഷനിലും കുറെ ട്രോളാനൊക്കെ ഉണ്ട്. പിന്നെ ഈ ട്രോൾ എന്ന് പറഞ്ഞ സാധനം തന്നെ സെറ്റ് ചെയ്തത് ഞങ്ങളാണ്. സെറ്റ് ചെയ്തോണ്ട് കാര്യമില്ലല്ലോ, ഉപയോഗിച്ചത് ഞങ്ങളല്ലേ. ഇനി മോക്ക് ചേച്ചി ഒരു ഉപദേശം തരട്ടെ. നമ്മുടെ അടുക്കളയില് ഇഷ്ടം പോലെ കത്തിയും വാക്കത്തിയും കമ്പിപ്പാരയും അരിവാളും അങ്ങനത്തെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. മോളുടെ ദേഷ്യമൊക്കെ പുറത്ത് വന്ന് അത് ആരുടെ മേളിൽ ഉപയോഗിക്കരുത്. അതോ ചേച്ചി എല്ലാവരെയും ഒരു കണ്ണോണ്ട് കാണരുത്. ആണല്ലോ, അപ്പൊ നീയും എല്ലാരും ഒരു കണ്ണും കൊണ്ട് കാണരുത്. ഇല്ല. ആ ചേച്ചി ഇന്ന് പോയിട്ട് ഫുൾ ബോഡി സ്കാൻ, ഒരു ബ്ലഡ് പ്രഷർ, ഷുഗർ ഒക്കെ ചെക്ക്. ഇറങ്ങി പോ പോ പോ. ചേച്ചി അടുത്തുള്ള സ്നേഹം കൊണ്ട് ആ, എനിക്ക് ആവശ്യത്തിനുള്ള സ്നേഹമൊക്കെ കിട്ടിയത് മതി. പോ പോ പോ. ഒച്ചയൊക്കെ കേൾക്കണേ. എന്നും മേടിക്കുവേ. ആരോഗ്യം സൂക്ഷിച്ച അവനവന് കൊള്ളാം, പിന്നെ എന്നെ പറയരുത്. ചേച്ചി ബോഡി ഫുൾ ബോഡി സ്കാൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൂടെ വരാം. ചേച്ചി വയ്യേ പറയേച്ചി. സൗണ്ട് കേൾക്കുന്നില്ലല്ലേ? ഓടി ഓടി ഓടി. സൗണ്ട് കേൾക്കാൻ വന്നേക്കണ്. ഒന്നാമത് തന്നെ മനുഷ്യനൊരു സുഖമില്ല, ഭയങ്കര ക്ഷീണമാണ്. ഇനിയിപ്പോ ശിവാനി പറഞ്ഞ പോലെ പ്രായം എന്റേതായിരിക്കും. ശരിയാണ്, ഒച്ചയൊക്കെ കേൾക്കണ്ടല്ലോ.
പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ ആ? ബ്ലാക്ക് ടീ അല്ല, പാലൊഴിച്ച ചായ. പൂമുഖത്തേക്ക് കിട്ടിയില്ല. ഇത് അങ്ങോട്ട് കൊണ്ട് തന്നൂടെ? എന്തിനാ വെറുതെ കിച്ചണിൽ കയറ്റുന്നത്? വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് എടുത്ത് കുടിക്കണം. വന്ന് അമ്മൂമ്മക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല കേട്ടാ. ഒന്നില്ലെങ്കിൽ ഞാൻ ചെന്നൈയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കൊച്ചല്ലേ, തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്നെ പൊന്നു പോലെ നോക്കിക്കൂടെ? നീ ഇവിടെ നിന്ന സമയത്ത് നിന്നെ പൊന്നു പോലൊക്കെ തന്നെയാ നോക്കിയിട്ടുള്ളത്. അമ്മൂമ്മ അതിന്റെ ലോജിക്ക് അങ്ങനെയല്ല. ഞാൻ ഈ ചെന്നൈയുടെ മഴയത്ത് വെയിലത്തും കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വല്ലപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൊഞ്ചിക്കലും ലാലണയും സ്നേഹമൊക്കെ എനിക്ക് തന്നൂടെ? അതൊക്കെ അത് തന്നെ. പക്ഷെ മാർക്ക് വന്നിട്ടൂടെ ബാക്കി തീരുമാനിക്കാം. അയ്യോ, മാർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഇന്നേ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരാനുണ്ട്. വല്ലതും കിട്ടുവോ? വേണ്ട കേട്ടോ, ആ ടോൺ വേണ്ട, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇവിടെ എല്ലാരുവേ ഓരോ ദിവസം കഴിയുന്തോറും താപ്പോട്ടാ വരുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. ചോനർത്തല ഭവാനിയുടെ കൊച്ചുമോള് ശിവാനി ഭാരതത്തിൽ അങ്ങനെ പോകുന്ന നോക്കി തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. പിന്നെ എന്നാലും അമ്മൂമ്മയെ നിലയ്ക്കൊന്നും പറയാലോ. അത് പറഞ്ഞു. ഓക്കെ ശിവ, പോലാമാ? പോലാം. എവിടെ പോന്നു? ഞങ്ങളെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. എന്തിന്? അല്ല, പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വരുവാണല്ലോ, ദൈവഭക്തി നല്ലതല്ലേ? ആ, ചുമ്മാതല്ല. പഠിക്കാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? പാസ്സായി പോവൂ. എന്റെ പേര് ലച്ചു എന്നല്ല, ശിവാന. പഠിച്ചിട്ട് തന്നെയാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ് അമ്പലത്തിൽ പോകുന്നത്. ലച്ചു, നിനക്ക് ചായ വേണ്ടേ? എന്റെ ചായ വേണ്ടേ? എന്നാ പിന്നെ കുടിക്കേ. താങ്ക് യു. മധുരം ഇട്ടോ ഇതിനകത്ത്? പിന്നെ മധുരം ഇടാതെ? എനിക്ക് മധുരട്ട ചായ വേണ്ടായിരുന്നു. നീ മധുരമായിട്ട് കുടിക്കുമല്ലോ. അതെ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഷുഗർ കട്ടാ. ഉനക്ക് ഷുഗർ ഇരിക്കാ? അയ്യോ, ഷുഗറും പ്രഷറും ഒന്നും അല്ല. ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പഞ്ചസാര കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ഓ ഓ ഓ, ആരോഗ്യം ശ്രദ്ധിക്കാൻ. ചേച്ചി ഉള്ളത് പറയാലോ, എന്റെ ഉപദേശം ചേച്ചി കേട്ടത് നന്നായി. ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇച്ചിരി പേടിയുള്ള നല്ലത്. അയ്യേ, ആരുടെ ഉപദേശം? എന്ത് പേടി? നിന്റെ ഉപദേശം കേട്ടിട്ടൊന്നുമല്ല. എന്റെ അമ്മ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ 2-3 പേരും കൂടെ എടുത്തൊരു തീരുമാനമാണ് ഷുഗർ കട്ടിന്റെ കാര്യം. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇപ്പൊ സുഖിച്ചാ പിന്നെ ദുഃഖിക്കണ്ട. അല്ല, എന്ത് പറ്റി? എന്റെ ലച്ചുവിന് എന്താ പറ്റിയേ? ലക്ഷ്യമൊക്കൊന്നും പറ്റിയൊന്നുമില്ല. ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മധുരം കുടിക്കുന്ന പരിപാടി ഇച്ചിരി ഒഴിവാക്കി, അത്രേ ഉള്ളൂ. അത് ரொம்ப നല്ല ഡിസിഷൻ. ആ, അത് തന്നെ. അയ്യോ, വേണ്ട മധുരം. അത് അത്ര നല്ല ഡിസിഷൻ ഒന്നും അല്ല. എല്ലാവർക്കും പഞ്ചസാര കട്ട് ചെയ്യുന്ന അത്ര നല്ലതൊന്നും അല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ലതാ, ട്രൈ ചെയ്തു. പ്രായമൊക്കെ കൂടി വരുമല്ലേ. ചേച്ചി പോവാ. അത് ശരി. അപ്പൊ എല്ലാരും കൂടെയാണ് അമ്പലത്തിൽ പോണേ? അതെ, പോയിട്ട് വരട്ടെ. 90 വസന്തം 2K ഇട്ട് പോ. നടക്ക്. ലച്ചുമോളെ, അമ്മൂമ്മയോട് സത്യം പറ. മോക്ക് എന്തെങ്കിലും മാരക രോഗമുണ്ടോ? ആ, ഉണ്ട്. എന്ത്? എന്റെ അമ്മൂമ്മ എത്ര നേരം പറഞ്ഞു, അമ്മൂമ്മക്ക് മനസ്സിലായില്ലേ? ഇല്ല. എന്റെ അമ്മൂമ്മ, നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ? വേണമെങ്കിൽ അമ്മൂമ്മയും ഷുഗർ കട്ട് ചെയ്തോ, കുറച്ച് നാളും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ. അതിന് എനിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് കുടിക്കരുതെന്ന് പറയണത്. ഈ പ്രായത്തിൽ വന്നിട്ടില്ല, പിന്നെ ഇനി വരാൻ പോകുന്നത്. എന്നാ പിന്നെ അമ്മൂമ്മയുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ, ചായ ഉണ്ടോ? വിത്തൗട്ട് ചായ വേണം? വേണമെങ്കിൽ ഇട്ട് കുടിക്ക്. ഇട്ട് കുടിക്കാനാ? പിന്നെന്തോ, ഇനി ഞാൻ ഇട്ട് തരണോ നിനക്ക്? എനിക്ക് വയ്യ. മക്കള് തന്നെ അങ്ങോട്ട് ഇട്ട് കുടിക്ക്. ഇത് ഞാൻ കുടിച്ചോളാം. 3 പ്രാവശ്യം ചായ അമ്മൂമ്മ കുടിക്കുവോ? അത് അവര് വരുമ്പോ ചൂടാക്കി കൊടുക്കും. ബെസ്റ്റ്. മേലുവേദനയാന്നേ സഹിക്കാൻ പറ്റാത്ത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാലുവേദന ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കയ്യിലേക്ക് മാറും, പിന്നെ കൈവേദനയോ. എടി, അതിന് സ്കാൻ ചെയ്യണ എന്തിന്? നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കണേ, പോയേ. അങ്ങനെ വലിയ വേദന ഒന്നുമല്ല, ഒരാഴ്ചയില് 2 ദിവസം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞെന്നെ പേടിപ്പിക്കാണ്ട് വെച്ചിട്ട് പോവാൻ. പോ. പിന്നെ എങ്ങാനും വിളി. ചേടാ, സമാധാനം കിട്ടാൻ വേണ്ടി കൂട്ടുകാരിനെ വിളിച്ചപ്പോഴത്തേക്ക് പേടിപ്പിച്ചു വിടണോ? വർക്കിംഗ് കണ്ടീഷനൊക്കെ പോയാ? പ്രായായിരുന്നു. അമ്മമ്മ, ചേച്ചി, കാറിൽ ഇവിടെ മതി കൊച്ചേ. എന്താണ് ഭയങ്കര സന്തോഷം? ചേച്ചി ഏതോ പരീക്ഷ പാസ്സായി, അതിന്റെ സന്തോഷ.
പരീക്ഷ പാസ്സായ ബേബി കൺഗ്രാറ്റുലേഷൻസ് ഗേൾ. പ്രൗഡ് ഓഫ് യു. എന്റെ എന്താ? പൊന്ന് ശിവ. എന്താ കടന്ന് വിളിച്ചു പോന്നേ? அம்மா சிவாவோட எக்ஸாம் ரிசல்ட் வந்திருக்கு. തോറ്റ അമ്മ എന്താണ് ഇങ്ങനെ നെഗടിക്കുന്നത്? പാസ്സായി വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. എന്റെ ശിവമോള് പാസ്സാവുമെന്ന് എനിക്കറിയായിരുന്നു. അതായത് ആ സന്തോഷത്തിൽ ഞാൻ അമ്പലത്തിൽ പോയിട്ട് പാൽപ്പായസം കഴിച്ചിട്ടുണ്ട്. അറിയാൻ പോയിട്ട് ഒരു ഗ്ലാസ് സ്പൂൺ എടുത്തിട്ട് വന്നേ. ഓക്കേ. ചൂടാണ്, ഇപ്പൊ കഴിച്ച അടിപൊളിയായിരിക്കും. നല്ല ചൂടാണല്ലോ. കയ്യോളം കൊണ്ടുവന്നില്ലേ? ഓടിക്കൊണ്ടോ ഓടിക്കൊണ്ടോ ഉണ്ടോ? ക്ലാസ്. പിടിച്ചേ. ഇങ്ങോട്ട് കാണരുത്. എനിക്ക് വേണ്ട. എന്താ നീ പായസം കുടിക്കത്തില്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷുഗർ കട്ടിലാന്ന്. ഇച്ചിരി കുടിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മൂമ്മ ഇവള് പരീക്ഷയ്ക്ക് പാസ്സായി, സന്തോഷം. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു. പക്ഷെ എനിക്ക് മധുരം വേണ്ട. എടോ, ഇവളടുത്ത് മുഴുവൻ കുടിക്കാനല്ല പറഞ്ഞത്, ഒരു സിപ്പ് ഇങ്ങനെ എടുത്താ മതി. അത് ഒരു സിപ്പ് ആണെങ്കിലും ഒരു തുള്ളി ആണെങ്കിലും നെഹി എന്ന് പറഞ്ഞാൽ നെഹി. ചേച്ചി, ശിവാൻ ചേച്ചിയുടെ മുഖത്ത് സന്തോഷം കണ്ടാ? ചേച്ചി ഇച്ചിരി കൂടെ ചേച്ചി. അവള് സന്തോഷോട്ടെ, അതിന് എനിക്കും സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് മധുരം വേണ്ട, അതുകൊണ്ടാ. ലച്ചു, നീ ചുമ്മാ കുഞ്ഞാളി ഇച്ചിരി ഒന്ന് കുടിച്ചേ. ഞാൻ പറഞ്ഞില്ല മമ്മ ഷുഗർ കട്ടാതെ, അതുകൊണ്ട് രാവിലെ മധുരം ഇട്ട ചായ പോലും ഞാൻ കുടിക്കാതിരുന്നേ. ഞാൻ പറയാം. ചേച്ചി ഒരു കാര്യം ആലോചിക്കണം. ഞാൻ പരീക്ഷ പാസ്സായ സന്തോഷത്തില് അമ്പലത്തില് പോയി നമുക്ക് എല്ലാവർക്കും വേണ്ടി പായസം അർപ്പിച്ച് പ്രസാദം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ചേച്ചി എടുത്ത് ഓരോ സിപ്പ് കുടിക്കാനേ പറഞ്ഞുള്ളൂ. അതിനാണ് ചേച്ചി ഇത്രയും മുട കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മോടയൊന്നുമല്ല, ഹെൽത്ത് നോക്കുന്നതാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല സന്തോഷമുണ്ട് നീ പാസ്സായാലും. നിന്നെക്കാളും ഇരട്ടിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പായസം ഞാൻ കുടിക്കൂല. ഉറപ്പാണോ? ഉറപ്പാ. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. ഇല്ലാന്നെങ്കില്ല. ഷുഗർ കട്ട്. യെസ്. എന്നാ മോളെ ലച്ചു, ഞാനിത് പൊട്ടിച്ചിരിക്കും. മോളെ ശിവ, വാശിയാണോ? വാശിയാണ്. ഹാ, അങ്ങനെയാണെങ്കിൽ ഞാനും വാശിയാ. ലക്ഷ്മി ബാലൻ തമ്മിൽ ചെവി നുള്ളിക്കോ. രണ്ട് ദിവസത്തിനുള്ളിൽ ലച്ചു മോള് മധുരം കഴിച്ചിരിക്കും. മോള് തെക്കോട്ട് നോക്കിയിരുന്നോ? തെക്കോ വടക്കോ എങ്ങോട്ടുണ്ടെങ്കിൽ നോക്കിക്കോളാം. 2K കിഡ്സിന്റെ പവർ ലച്ചു മോള് കാണും. എന്നാലേ 90 കിഡ്സിന്റെ പവർ മോളും കാണും. പവർ എടുക്കാൻ നിക്കല്ലേ, മേലുവേദന വരും. മോളും അമ്മൂമ്മേ, അടുക്കളയിൽ വല്ല വാക്കത്തി കത്തി അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് നീക്കി വെച്ചോണ്ടേ. ഈ 2K കിഡ്സിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. എന്തൊക്കെ ചെയ്യുന്നു ദൈവത്തിനറിയാം. മാറ്റി വെച്ചോ അമ്മൂമ്മ. എങ്ങാനും തട്ടിടിച്ചൊളിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാലേ ആള് ബാക്കി ഉണ്ടാവൂല. ആ ചെലവേം കൂടെ ഒന്ന് മാറ്റി വെച്ചോ. 2 ദിവസം മധുരം ഞാൻ കഴിപ്പിച്ചിരിക്കും. ഞാനും കഴിക്കും. അല്ലെങ്കിലും ആ മീൻകാരൻ എപ്പോഴും അങ്ങനെ കടന്ന് കൂക്കി വിളിക്കും. നമ്മൾ ചെല്ലുമ്പോഴത്തേന് അയാളുടെ പാട്ടിന് പോവുകയും ചെയ്യും. എന്താ പരിപാടി? ഒന്നുമില്ല അമ്മൂമ്മ, പരീക്ഷയൊക്കെ പാസ്സായല്ലേ, നാട്ടിലുണ്ട് ചെറിയൊരു ചെലവ് ചെയ്യാന്ന് വെച്ചു. ഒരു പരീക്ഷ പാസ്സായതിന് ഇത്രയും വലിയ ചെലവോ? കൊള്ളാലോ. சிவா, நீ எப்பவுமே எக்ஸாம் பாஸ் ஆகட்டும். എപ്പോവുമേ ചെലവ് തരില്ല കേട്ടോ. ഇതതിന്റെ ഒന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നു. പിന്നെ ലച്ചു ചേച്ചി ഇനി മധുരം കഴിക്കത്തില്ലെന്ന് ഒരു പ്രതിജ്ഞ എടുത്തില്ലേ, അത് കൊളാക്കാൻ വേണ്ടിയാണെന്നാ എനിക്ക് തോന്നുന്നു. ഓ, അതായിരുന്നോ? അത് മാത്രമല്ല, പരീക്ഷ ജയിച്ചതിന്റെ ഉണ്ട്. சிவா, அப்படியெல்லாம் செய்ய வேண்டாம் சிவா. എപ്പോഴും ചെയ്യ വേണ്ടാന്ന്. എന്റെ കനകാന്റി, വെല്ലുവിളികളെ നമ്മൾ നെഞ്ച വിരിച്ച് നേരിടണം. ഇത് നെഞ്ചുരിച്ചല്ലല്ലോ നേരിടുന്നത്, ഇത് മധുരം വിരിച്ചല്ലേ നേരിടുന്നത്. അയ്യേ, ബോറ് കോമഡി കേട്ടാ. മിണ്ടാണ്ടിരി വെച്ചേ. അമ്മുമ്മ, ഞാനിവിടെ നിൽക്കില്ലയോ? കനകാന്റി, என்ன, நான் இங்க தானே இருக்கேன். ചേച്ചി, പാറക്കുട്ടി, ഒന്നിങ്ങോട്ട് വന്നേ. ഞങ്ങളെല്ലാരും ഇവിടെ നിൽക്കുവല്ലേ ചേച്ചി. എന്റെ കൊച്ചതെനിക്ക് കാണാമല്ലോ. ചേച്ചിയെ വിളിച്ചു വരുത്താൻ വേണ്ടിട്ടാണ്. നിങ്ങൾ 4 വഴിക്ക് പിരിഞ്ഞു പോയിട്ട് തിരിച്ചു. അപ്പൊ പിന്നിത് കഴിച്ചാ മതിയോ? പിന്നെ വന്നിട്ട് കഴിച്ചാൽ മതി. ഞാൻ വിളിക്കാം. നല്ല തമാശ കാണിച്ചിട്ട് അങ്ങോട്ട് പോകാനോ? ഓടിക്കും. വാ വാ. ചേച്ചി, ആ വരുന്ന
മോളെ ശിവ, ശിവ. എന്താ ചേച്ചി? എന്താ ഇത്? അയ്യോ, ഇത് സ്വീറ്റ്സ് ആണല്ലേ? മോളെ, മോളുടെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ഇല്ലേ, ഇത് ലച്ചുവിന്റെ അടുത്ത് ചെലവാവില്ല. നിന്റെ കുറെ 2K പിള്ളേരുണ്ടല്ലോ, അവിടെ അങ്ങ് ഇറക്കിയാ മതി. ചേച്ചി എന്തുവായി പറയുന്നേ? എന്ത് ഐഡിയ? ഞാൻ പരീക്ഷ പാസ്സായി, പിന്നെ നാട്ടിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെലവൊക്കെ ചെയ്യാന്ന് വെച്ചു അല്ലേ? അപ്പൊ ചേച്ചിക്ക് ചെലവൊന്നുമില്ലേ? ചേച്ചിക്കുള്ള ചെലവല്ലേ ഇരിക്കുന്നേ. എന്നാ എടുത്ത് കഴി. ഞാൻ മധുരം കഴിക്കില്ല എന്ന് പറഞ്ഞതാണോ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? എന്നാലും കഴി. എനിക്കേ മധുരം വേണ്ട. എനിക്ക് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് തന്നാ മതി. വേറെ എന്ത് വേണം? എനിക്കൊരു ഹാഫ് ഷവായി മതി. ഷവായി 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 ചിക്കൻ ഹാഫ്. ചെലവിയാന്ന് പറഞ്ഞല്ലേ? ഹാഫ് ഷവായിയാ? ആ എനിക്കും എന്ത് ഹാഫ് ഷല. ഷവായി? നിനക്ക് ഷവായി ഇല്ല, നിനക്ക് തന്നെ ഷവായി. എനിക്ക് വേണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും കനകത്തിനും വേണം. എടേ, നിങ്ങൾക്കല്ലേ ഇതൊക്കെ വാങ്ങി വെച്ചേക്കുന്ന, എടുത്തു വെച്ച് കഴി. നീ എക്സാം ഒക്കെ പാസ്സായതല്ലേ, അപ്പൊ നമുക്ക് പൊളിക്കണ്ടേ? നീ പെട്ടെന്ന് ഷവായി ഓർഡർ ചെയ്തേ. ഇത്ര പൊളിക്കണ്ട, ഇതില് കൂടുതൽ പൊളിക്കണം. സത്യം പറഞ്ഞ വേണ്ട. വേണം. എനിക്ക് വേണ്ട. എവിടെ എവിടെ ഫോൺ എടുക്ക്. ആഹാ, പിന്നെ പോടുന്ന്. അങ്ങനെ ബുക്ക് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് വേണം. കനകത്തിന് എന്തോ വേണ്ടുന്നേ? எனக்கு திண்டுக்கல் பிரியாணி. എന്റെ അതിന്റെ അവിടെ വരുന്നപ്പോ പോവാൻ പറ്റൂല. யாரு சொன்னா அங்கெல்லாம் போகணும்னு? இங்க கிடைக்கும். ഇതൊക്കെ എവിടെ നിന്ന് അറിഞ്ഞോണ്ട് വരണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു രാജസ്ഥാൻ ബിരിയാണി. രാജസ്ഥാൻ ബിരിയാണിയാ? ആ, രാജസ്ഥാൻ ബിരിയാണി. ഇല്ല, അങ്ങനത്തെ ഒരു ബിരിയാണി ഒന്നും ഇല്ല. നിങ്ങൾ വരുന്നൊന്നും ഞാൻ വാങ്ങി തരില്ല. ഫോൺ എടുക്ക. ഇല്ല. ഫോൺ എടുക്ക. ഇല്ല. മര്യാദക്ക് ഫോൺ എടുത്തോ. വേണ്ട. എടുത്തോ. എടുക്ക 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 എടുക്ക്. എടുത്ത്. എനിക്കൊരു ഹാഫ് ഷവായി. അമ്മൂമ്മക്ക് എന്താ പറഞ്ഞത്? രാജസ്ഥാൻ ബിരിയാണി. രാജസ്ഥാൻ ബിരിയാണി. ആ, രാജസ്ഥാൻ ബിരിയാണി. പിന്നെ കനകാനിക്ക് ഒരു ഡിണ്ടിഗൽ ബിരിയാണി. പിന്നെ കൊച്ചിനും ഒരു ഹാഫ് ഷവായി. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒരു ഫുൾ ഷവായിൽ നിർത്തിക്കൂടെ? പറ്റില്ല. ചെലവെന്ന് പറഞ്ഞാൽ അതൊരു 1.5 ചെലവായിരിക്കണം. ഇത് നല്ല ചെലവുണ്ട് ഇപ്പൊ ആ, തന്നെ. എന്നാ പിന്നെ അത് ഓർഡർ ചെയ്യ്. ആന്റി, വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ரொம்ப நல்லது. ആര് കാശ് കൊടുക്കും? നീ കാശ് കൊടുക്കും. എന്തിന്? ഇനി നീയല്ലേ എക്സാം പാസ്സായത്, അപ്പൊ നീ വേണ്ട ചെലവ് ചെയ്യാൻ. சிவா, நமக்கு தமிழ் படத்துக்கு போலாமா? ആ പോയാവേ, കേക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലേ. മുത്തേ, ചക്കരെ, ഫുഡ് ഓർഡർ ചെയ്തിട്ടേ ചേച്ചിനെ വിളിക്കണേ. പിന്നെ ഇത് ചേച്ചിക്ക് വേണ്ട. എക്സാം പാസ്സായതല്ലേ, കൺഗ്രാറ്റുലേഷൻസ്. കഴിക്ക്. മധുരം കഴിക്കാൻ തോന്നിട്ട് ഒരു രക്ഷയില്ലല്ലോ ലച്ചുവേ. ഒരു നല്ല പഞ്ചസാര എടുത്ത് വായിലിട്ടാല്, അല്ലെങ്കിൽ വേണ്ട, ശരിയാവൂല. ലച്ചു, നീ കീഴടങ്ങരുത്. എന്ത് വന്നാലും പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റും. പഞ്ചസാര മധുരം കഴിക്കാതിരുന്നിട്ടേ എൻ്റെ അമ്മേ. കുറച്ച് എന്തൊരാശ്വാസം. മതി, ഇത് മതി. ഓഹോ, ആരും കാണാതെടുത്ത് തിന്നല്ലേ? ശിവചേച്ചി, നീ എന്തിനാ അവളെ വിളിക്കണേ?
ഇത് പറയേ. പൊന്നു പറയും ചേച്ചി നാണം കിട്ടല്ലേ. എന്നാ നീ വേണമെങ്കിൽ കുറച്ച് കഴിച്ചോ. എനിക്കൊരു ചെറിയ ഇഷ്ടം തന്നാ മതി. ബാക്കി കഴിച്ചോ. കളാല്ലേ ചേച്ചിയുടെ അടുത്ത് പറയാത്തിട്ടാ. നീ ഇത് ചേച്ചിയുടെ അടുത്ത് പറയാതിരുന്ന വൈകുന്നേരം നിനക്ക് എന്ത് ചെലവ് വേണമെങ്കിലും ചേച്ചി ചെയ്തു. എന്തും മേടിച്ചു. ഇപ്പൊ ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞ ചുമ്മാ ആണല്ലേ. ഇത് കഴിച്ചു കഴിഞ്ഞാ കട്ട. എങ്ങാനും പറഞ്ഞു കൊടുത്തോണ്ടല്ലോ എന്റെ സ്വഭാവം മറന്നിട്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എന്താന്ന് വെച്ചാൽ വൈകുന്നേരം മേടിച്ചു തരാന്ന്. ചേച്ചി എനിക്കൊന്നും കൂടെ വേണം. അതുപോലൊരു കൊതിച്ചി ചേച്ചി കൊണ്ടായി കുഞ്ഞി കഷ്ണം. என்னங்க എന്ത് എന്നെന്ന് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വന്നതാ. ആ ஸ்வீட் ஏதாவது சாப்பிட்டியா? സ്വീറ്റാ? ഞാൻ ഒന്ന് പോയേണ്ടി. ഞാൻ കഴിച്ചൊന്നുമില്ല. கைய காமி. கை காமி. ഇത് അവിടെ എന്തോ ഉണ്ട്. ഇത് അങ്ങോട്ട് നോക്കിയേ. கை காமி. இத பாரு, இது மைசூர் பாக் தானே? ആ അതെ ഇവള് കഴിച്ചോണ്ടിരിക്കുവല്ലേ. അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുത്ത് കൊടുത്തതേ വെക്ക് ഇവള് പറഞ്ഞിട്ട്. വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോ. நிஜமா சொல்லு. അയ്യോ നിജമാ, അതെ ചോദിച്ചു നോക്കിക്കോ. ശിവ! 2 ഡിണ്ടികൾ ബിരിയാണി 2 എണ്ണം எனக்கு வாங்கி கொடுப்பியா? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഡിണ്ടികൾ ബിരിയാണി കഴിക്കുന്നത്. 2 എണ്ണം. വാ തുറക്കരുത്. എന്ത് വാ ഇവിടെ ശിവ 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 എന്നും പറഞ്ഞുകൊണ്ട്. ஒண்ணும் இல்ல. ഓ കഴിപ്പ് തുടങ്ങിയാ? ചേച്ചി കഴിച്ചാ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഷുഗർ കട്ടാന്ന്. എനിക്ക് ലച്ചുവിനെ നല്ല സംശയമുണ്ട്. എനിക്കും ഉണ്ട്. ആന്റി പറ, ചേച്ചി കഴിച്ചോ? இல்ல. ഇല്ല. പാറുക്കുട്ടി പറഞ്ഞേ ലച്ചു ചേച്ചി സ്വീറ്റ്സ് കഴിച്ചോടാ? ഇല്ല, ചേച്ചി കഴിച്ചില്ലല്ലോ. ഓഹോ, അയ്യോ, പക്ഷേ 2 മൈസൂർ പാക്ക് മിസ്സിംഗ് ഉണ്ടല്ലോ. അതിലൊന്നാണ് ഇവളുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം അവള് കഴിച്ചു തീർത്ത്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ഹവ ഹുമാന്ന് പറഞ്ഞ് അടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആണോ പാറു? ആണല്ലേ? ഓക്കെ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാണ്. അപ്പം പാറു അല്ലാണ്ട് ഇവിടെ വേറെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ചേച്ചി മധുരം കഴിച്ചിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ അകത്തിരിക്കുന്ന സാധനം ഞാൻ ഇപ്പഴാ കാണണത് തന്നെ. ആണല്ലേ? ആ വാക്കാണേ വാക്ക്. ഇനി ഇതിലൊരു മാറ്റം ഇല്ലല്ലോ. എന്ത് മാറ്റം? ഓക്കെ, മൂവ് സൈഡ്. ആഹാ, പെർഫെക്റ്റ് ആംഗിൾ. കൊള്ളാം. മോളെ ലച്ചു, ഒന്നുമില്ല, ചെറിയൊരു CCTV ഇൻസ്റ്റലേഷൻ. അപ്പൊ ഇങ്ങനെ കാണുമല്ലേ? എന്താ മോളെ ലച്ചു ഒരു പോക്ക്? വാ, നമുക്ക് കണ്ടിട്ടൊക്കെ പോവാം. എനിക്ക് വേണ്ട. കാണാന്നേ വേണ്ടെന്ന്. കണ്ടു നോക്കട്ടെ ഞാൻ. പല കള്ളന്മാരുടെയും യഥാർത്ഥ മുഖം ഇന്ന് പുറത്ത് വരും. കാണാം. ആ വന്നല്ലോ. എങ്ങോട്ടാണ് പോണത്? ഓ, ഷുഗർ പഞ്ചസാര എടുത്ത് കഴിച്ചു. കൊള്ളാം. ആ ദോ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് പോണു. നോക്ക് നോക്ക്, ഗമ ഗമാന്ന് മൈസൂർ പാക്ക് അടിച്ച് കേറ്റുവാണല്ലോ. ഞാൻ മുമ്പേ സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്തോ പറഞ്ഞേ? കീഴടങ്ങിയ പിന്നെ ഒന്നും പറയാൻ പാടില്ലെന്നാണ് നിയമം. അയ്യോ പറയത്തില്ല, ചെയ്യത്തേ ഉള്ളൂ. ഇനി കഴിക്കാലോ. ഞാൻ ഷുഗർ കട്ടില്ല.
ഷുഗർ കട്ട. ഫുള്ള് കഴിച്ചോണം ഇവിടെ ഇരുന്ന്, ഈ പ്ലേറ്റ് മുഴുവൻ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.